ഹായ് ഹലോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടനാണെങ്കിൽ ഇന്ന് പുറത്ത് പോയിട്ട് വന്നപ്പോൾ കുറച്ച് തോടൻ കക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതാണെങ്കിൽ ഇവിടെ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ കേട്ടോ. നേരത്തെയൊക്കെ പണ്ട് സ്ഥിരമായിട്ട് കിട്ടുമായിരുന്നു അമ്മ പറയുന്ന കേൾക്കാം. അച്ഛനാണെങ്കിൽ കുറച്ച് ദിവസം കൊണ്ട് ഇത് വാങ്ങണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ പോയി നോക്കിയിട്ടൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ഏട്ടൻ ഇവിടുന്ന് വരുന്ന വഴിക്ക് ഇത് കണ്ട് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അമ്മയാണെങ്കിൽ വന്ന പാടെ തന്നെ അത് വൃത്തിയാക്കാൻ തുടങ്ങി കേട്ടോ. തോരൻ വെക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ സവാള ഉള്ളിയൊക്കെ എടുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഞാനത് അവിടെ സവാള ഉള്ളിയും വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് അമ്മ ദേ ആ കക്ക എല്ലാം കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുറ്റത്ത് അടുപ്പയിലാണ് വെച്ചത് വേവിക്കാനായിട്ട്. വെള്ളമൊന്നും ചേർക്കത്തില്ല, അതിനെ മാത്രം വെച്ച് പുഴുങ്ങി എടുക്കും കേട്ടോ. അതിങ്ങനെ കുറേ നേരം കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ തുറന്നു വരും. അങ്ങനെ ദേ നമ്മുടെ കക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിനകത്ത് നിന്ന് ആദ്യം തന്നെ കുറച്ച് വെള്ളം അങ്ങ് ഊറ്റിയെടുത്ത് മാറ്റി വെച്ച്. അതാണെങ്കിൽ രസം വെക്കാനും പിന്നെ കക്കാക്കറി വെക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കാം നമുക്ക്. ഇനിയിപ്പോൾ ഉള്ള പണി എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം വൃത്തിയാക്കി എടുക്കുന്നത് കേട്ടോ. നൈനവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെ സഹായിക്കാനായിട്ട്. അങ്ങനെ ഞാനായിരുന്നു അതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അമ്മ വന്നതേ കുറച്ച് കക്ക എടുത്തോണ്ട് വന്ന് കറി വെച്ച് കേട്ടോ. കറിയെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ഇനിയത്തെ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തോരൻ വെക്കാനായിട്ടാണ്. അപ്പം അമ്മ തേങ്ങ തിരുമ്മിയെല്ലാം വെച്ചപ്പോൾ ഉണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഗരം മസാലയും കുരുമുളകും എല്ലാം ചേർത്ത് തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് തോരൻ്റെ പണിയിലേക്ക് കിടക്കാം. അങ്ങനെ എന്തേ ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിച്ച് അതെല്ലാം ചൂടായി വന്നിട്ട് അതിനകത്തിട്ട് കുറച്ച് കറുകപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം കേട്ടോ. ഈ തോരൻ്റെ ഇടയ്ക്ക് ആ തേങ്ങാക്കൊത്ത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി ഇട്ട് വെളുത്തുള്ളി ഇട്ട് പിന്നെ പച്ചമുളക് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് സവാള ഇട്ട് വഴറ്റിയെടുക്കും. അത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പിറക്കി വെച്ചേക്കുന്ന കക്ക അതിനകത്തേക്ക് ചേർക്കും കേട്ടോ. പിന്നെ കുറച്ച് സമയം ആ കക്കായും ഉള്ളിയും എല്ലാം കൂടി കിടന്ന് വഴന്നെല്ലാം വരും. അതെല്ലാം കഴിയുമ്പോഴത്തേക്കിനും നമ്മളത് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ചേർക്കും കേട്ടോ. അരപ്പെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനെ കുറച്ച് നേരം കൂടി തട്ടിപ്പൊത്തി എല്ലാം വേവാനായിട്ട് വെക്കും. അങ്ങനെ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനാണെങ്കിൽ ഇതേ ചൂടോടെ തന്നെ എടുത്ത് വായിലേക്ക് വെച്ച് കേട്ടോ. എൻ്റെ നാക്ക് പൊള്ളിപ്പോയി. എന്നാലും സാരമില്ല, നമ്മുടെ തോര സൂപ്പറായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.